ദിക്ർ എന്ന് പറയുന്നത് മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു കാവലാണ് ദിക്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് രണ്ട് കാവലായിരുന്നു നൽകിയിരുന്നത്. ഒന്ന്, ആദരവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിൻ്റെ വലിയൊരു കാവലായിരുന്നു. നിങ്ങൾ നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്കാൾ ആയുസ് നൽകിയ ഒരുപാട് മുർസലുകളെ ലോകത്ത് നിയോഗിച്ചിരുന്നു. പക്ഷേ അവരുടെ സമൂഹം അനുസരണക്കേട് കാണിച്ചപ്പോൾ ആ അനുസരണക്കേടിൻ്റെ പാരമ്യതയിലേക്ക് എത്തിയപ്പോൾ വലിയ ശിക്ഷ നൽകിയിട്ട് അവരെ എല്ലാം അല്ലാഹു തആല പരീക്ഷിച്ചു. ഈ ഉമ്മത്തിലുള്ള ആളുകളും അതേ രൂപത്തിൽ ഒരുപാട് വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ള കാലത്ത് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിനോട് അവിടുത്തെ ജനത പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ മേൽഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് സമയമാകുമ്പോൾ ഭക്ഷണത്തളിക ഇറക്കിത്തരണം. അതും ചെറിയ ഭക്ഷണമല്ല, ഞങ്ങൾക്ക് മതിയാകുന്ന തരത്തിലുള്ള നല്ല ഭക്ഷണം മേൽഭാഗത്ത് നിന്ന് ഇറക്കിത്തരാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പറയണം. അങ്ങനെ ഇറക്കിത്തന്നാൽ ഞങ്ങൾ വിശ്വസിക്കും. നല്ല ഭക്ഷണം ഞങ്ങൾക്ക് ഇറക്കിത്തരണം, അള്ളാഹുവിനോട് നിങ്ങൾ ആവശ്യപ്പെടണം. ആ ഭക്ഷണം താഴോട്ട് വന്ന് ഞങ്ങളെല്ലാവരും അത് ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുമ്പോൾ, മനസ്സംതൃപ്തി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. നുരീദു അൻ നഅകുല മിൻഹാ വതത്മഇന്ന ഖുലൂബുനാ വനഅലമ അൻ ഖദ് സദഖതനാ വനകൂന അലൈഹാ മിനശ് ഷാഹിദീൻ. നല്ല ഭക്ഷണം ഇറക്കിത്തരാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ പറയണം. ആ ഭക്ഷണത്തിൽ നിന്ന് ഞങ്ങൾ ഭക്ഷിക്കും, ഞങ്ങളെ മനസ്സിന് നല്ല സമാധാനം ഉണ്ടാകും. നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് മനസ്സിലാക്കിയിട്ട് ഞങ്ങളത് വിശ്വസിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന ആളുകളെ കൂട്ടത്തിൽപ്പെടും. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹു തആല ഒരൊറ്റ കണ്ടീഷനാണ് ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, ഇന്നി മുനസ്സിലുഹാ അലൈക്കും. അവർ ചോദിച്ച രൂപത്തിലുള്ള നല്ല തളിക ഞാൻ ഇറക്കിത്തരാം. പക്ഷേ ഫമൻ യക്ഫുർ ബഅദു മിൻകും ഫഇന്നി ഉഅദ്ദിബുഹു അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ. ഭക്ഷണത്തളിക താഴോട്ട് വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ സാധിക്കുന്ന രൂപത്തിൽ എല്ലാവർക്കും മതിയാകുന്ന തരത്തിലുള്ള ഭക്ഷണം കിട്ടിയിട്ട് പിന്നെ അനുസരണക്കേട് കാണിച്ചാൽ, നിഷേധാത്മക പ്രവർത്തനം പ്രവർത്തിച്ചാൽ, ഫഇന്നി ഉഅദ്ദിബുഹു അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ. ലോകത്ത് ഒരാളെയും ഇതുവരെ ശിക്ഷിച്ചിട്ടില്ലാത്ത വലിയ ശിക്ഷ തന്ന് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. അതുകൊണ്ട് ഭക്ഷണം കിട്ടി സുഭിക്ഷമായത് കഴിച്ച് പിന്നെ നന്ദികേട് കാണിക്കരുത്. ഈസാ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചില്ല, റബ്ബനാ അൻസിൽ അലൈനാ മാഇദത്തൻ മിനസ് സമാഇ തകൂനു ലനാ ഈദൻ ലിഅവ്വലിനാ വആഖിരിനാ വആയതൻ മിൻക വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ. ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ തൻ്റെ ജനത വിശ്വസിക്കും എന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ
അൻസിൽ അലൈനാ മാഇദതം മിനസ്സമാ, മേൽഭാഗത്തുനിന്ന് നല്ല സുപ്ര ഞങ്ങൾക്ക് ഇറക്കിത്തരണം. തകൂനു ലനാ ഈദൻ ലിഅവ്വലിനാ വആഖിരിനാ, ഞങ്ങൾക്കും ഞങ്ങളുടെ പിൻഗാമികൾക്കും അത് വലിയൊരു ദൃഷ്ടാന്തമായി മാറും. ഞങ്ങൾക്ക് ഭക്ഷണം ഇറക്കിത്തന്നത് കണ്ട് ജീവിക്കുന്ന ആളുകൾ അടുത്ത തലമുറക്ക് ആ സന്ദേശം കൈമാറും. വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ, ഞങ്ങൾക്ക് നീ നൽകണം. ഭക്ഷണം നൽകുന്നതിലും മറ്റ് വിഷയങ്ങൾ നൽകുന്നതിലും ഏറ്റവും വലിയ അത്യുത്തമനാണല്ലോ നീ. അള്ളാഹു പറഞ്ഞു, ഞാൻ ഭക്ഷണം ഇറക്കിത്തരാം, പക്ഷേ നിബന്ധന അംഗീകരിക്കണം. സഹോദരന്മാരെ, ഭക്ഷണം തായോട്ട് വന്നു. നല്ല സുപ്രയിൽ തായോട്ട് ഭക്ഷണം വന്നു. ഈസാ നബി അലൈഹിസ്സലാം അവരോട് നിബന്ധന പറഞ്ഞു. എന്താ നിബന്ധന? ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ആരും എടുത്തു വെക്കരുത്. ഭക്ഷണം കഴിച്ചിട്ട് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യമാകുന്ന നേരത്തൊക്കെ ഭക്ഷണം വരും. ഞാൻ പറയുന്ന വിഷയങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം നിങ്ങൾ അംഗീകരിക്കണം. പക്ഷേ ആ ജനത പലതും അങ്ങ് നിരസിച്ചപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ശിക്ഷ നൽകി, വലിയ പരീക്ഷണം നൽകിയിട്ട് അവരെ ശിക്ഷിച്ചു. മുമ്പ് കാലത്ത് ഇങ്ങനെ ആവശ്യപ്പെട്ട ഒരുപാട് ജനവിഭാഗങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തപ്പോൾ വിശ്വാസത്തിൽ നിന്ന് മാറിയപ്പോൾ അല്ലാഹു ശിക്ഷയും കൊടുത്തിട്ടുണ്ട്. അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും മക്കക്കാര് പറഞ്ഞിരുന്നു, ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂആ ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബ് ഫതുഫജ്ജിറ അൽ-അൻഹാറ ഖിലാലഹാ തഫ്ജീറാ ഔ തുസ്ഖിത അസ്-സമാഅ കമാ സഅംത അലൈനാ കിസഫാ ഔ തഅതിയ ബില്ലാഹി വൽ മലായികതി ഖബീലാ ഔ യകൂന ലക ബൈതും മിൻ സുഖ്റുഫിൻ ഔ തർഖാ ഫിസ്-സമാഇ വലൻ നുഅ്മിന ലിറുഖിയ്യിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖ്റഉ ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂലാ. ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കണോ? ഞങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരണം. ഒന്നാമതായി പറഞ്ഞത് ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബൂആ, ഭൂമിയിൽ നിന്ന് നല്ലൊരു അരുവി ഞങ്ങൾക്ക് കീറിത്തരണം. നിങ്ങൾ ഭൂമിയോടങ്ങ് അരുവി പൊട്ടിയൊഴുകാൻ വേണ്ടി നിർദ്ദേശിക്കണം. അപ്പൊ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന സ്ഥലത്ത് നിന്ന് നല്ലൊരു നദി ഇങ്ങ് പൊട്ടിയൊലിച്ച് വരണം. അല്ലെങ്കിലോ ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഇനബ്, നിങ്ങൾക്ക് നല്ല മുന്തിരിത്തോട്ടം ഉണ്ടാകണം, നല്ല കാരക്കത്തോട്ടവും ഉണ്ടാകണം. ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറാ, സാധാരണ ഇന്ന് അറബികൾക്ക് കാണുന്ന മുന്തിരിത്തോട്ടമാകരുത്, ഇന്ന് അറബികൾക്ക് കാണുന്ന കാരക്കത്തോട്ടമാകരുത്. അതിൻ്റെ ഇടയിലൂടെ നല്ല നദികൾ ഇങ്ങനെ ഒഴുകണം. എല്ലാ ഭാഗത്തേക്കും വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്ന നദികൾ ഈ തോട്ടങ്ങൾക്ക് ഇടയിൽ തന്നെ ഉണ്ടാകണം. അതുമല്ലെങ്കിൽ ലൗ തുസ്ഖിത അസ്-സമാഅ അലൈനാ, ഇക്കാണുന്ന ആകാശം ഞങ്ങൾക്ക് മേൽ കഷ്ണം കഷ്ണമായി നിങ്ങളങ്ങോട്ട് വീഴ്ത്തണം. അല്ലെങ്കിലോ മലക്കുകളെ മുഖാമുഖമായി ഇറക്കിത്തരണം. ആ മലക്കുകൾ ഞങ്ങളോട് വന്നിട്ട് പറയണം നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന്. അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു കോണി വെച്ചുകൊണ്ട് നിങ്ങൾ മുകളിലേക്ക് കയറിപ്പോകണം. ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കണം, കോണി വെച്ച് നിങ്ങൾ കയറിപ്പോകുന്നത്. നിങ്ങൾ മുമ്പ് ആകാശാരോഹണം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും പോരാ, ഞങ്ങൾ നോക്കി നിൽക്കേ, നിങ്ങൾ കോണി വെച്ച് കയറിപ്പോകണം. കയറിയാ മാത്രം പോരാ, നിങ്ങൾ കയറിയിട്ട് തിരിച്ചു വരുമ്പോ കിതാബുമായിട്ട് രേഖയുമായിട്ട് ഒരാൾ വരണം. ആ രേഖ വായിച്ചുകൊണ്ട് നിങ്ങൾ നബിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊക്കെ കേട്ട സമയത്താണ് പറഞ്ഞത്, നബിയേ തങ്ങൾ അവരോട് പറയണം, സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂലാ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ അല്ലാഹുവിന് കഴിയും. പക്ഷേ ഞാനൊരു മനുഷ്യനായ റസൂലാണ്. എൻ്റെ റബ്ബിൻ്റെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞത്, നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ 10 എണ്ണമാണെങ്കിൽ 10 എണ്ണവും ലൈവായി കാണിച്ചു തരാം. പക്ഷേ ഒറ്റ നിബന്ധനയേ ഉള്ളൂ, വിശ്വസിക്കാതിരുന്നാൽ,
ചോദിച്ച ഒറ്റെണ്ണത്തിനെയും ലോകത്ത് ബാക്കി വെക്കില്ല.